വല്ലതും നടക്കൂടാ. നോക്കണ്ട, ശത്രുവായിട്ടാണ് കൂട്ടുപിടിച്ചേക്കണം. നമ്പാൻ പറ്റൂല. ഒന്നും മിണ്ടായിരിക്കടാ. ആരെയും കേട്ടാ പിന്നെ അത് മതി, തീർന്നു എല്ലാം. നമ്പിയേ പറ്റൂ. ഇവിടുന്ന് പുറത്ത് ചാടാ എളുപ്പമാ, പക്ഷെ പുറത്തിറങ്ങി കഴിഞ്ഞാ അവനില്ലാതെ പറ്റില്ല. ഇങ്ങനെ സ്ഥിരമായിട്ട് കിട്ടുന്ന 8ന്റെ പണിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്ന് ചിന്തിക്കുന്ന സമയത്താ ഞങ്ങൾക്ക് ആ പിടിവള്ളി കിട്ടിയത്. എന്റെ മനസ്സിലും അങ്ങനെ ഒരു ലഡു പൊട്ടി. നിങ്ങൾ ഈ ഹോം വിട്ട് പുറത്തെവിടെയെങ്കിലും പോയിട്ടുണ്ടാ? ആ, ജുവനൈൽ ഫെസ്റ്റിന് തൃശ്ശൂരിലേക്ക്. തൃശ്ശൂർക്കാ? എന്ത് വെറുതെ ബസ്സിൽ അങ്ങോട്ടും പോയി ബസ്സിൽ ഇങ്ങോട്ടും വന്ന് ഞാനൊരു കോപ്പം കണ്ടില്ല. ബസ് അതൊരു ഓടുന്ന മതിലല്ലായിരുന്നോ? നിങ്ങൾ ടി വിയിൽ കാണുന്ന പോലെ നല്ല പുറത്ത് അതൊരു വേറെ ലോകം കെട്ടിയേ. അങ്ങോട്ട് ഇറങ്ങി കളിക്കണം, എന്നാ പച്ച പിടിക്കും. എന്തേ, റെഡി അല്ലേ? 100 വട്ടം സമ്മതം അല്ലേ? ഡാ പറഞ്ഞല്ലോ, ഓക്കെ അല്ലേ? നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ലേ? എല്ലാം റെഡിയാണ്. മിണ്ടായിരിക്കും അവരും. എന്താണത് 10 ഇലക്കെട്ടത്തിന്റെ പെട്ടിക്കട വെച്ചേക്കണ പോലെ? അപ്പങ്ങൾ പിന്നെയും കമ്പനി ആയി. പിന്നെ കമ്പനിയുടെ ഉദ്ഘാടനം കഴിഞ്ഞ് വന്ന വഴിയാണ്. മോന് ലഡു വേണ ഉദ്ഘാടനത്തിന്റെ? നീ ഇവിടെ വന്നി പിന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഓരോ മണിക്കൂർ ഇടവിട്ട് കറണ്ട് കട്ടാ. പിന്നെ എവിടെയാ വിളിച്ചിട്ടുണ്ടാവുക? വേനൽക്കാലത്താണെങ്കിൽ ഡാമിൽ വെള്ളമില്ല എന്നുള്ള പരാജയ. ഉള്ള വെള്ളമാണെങ്കിൽ തുറന്നിട്ട് വേസ്റ്റ് ആക്കുകയും ചെയ്തു. ഇതൊക്കെ മനുഷ്യനെ മെനക്കെടുത്താന്നല്ലാണ്ട് എന്താ പറയാ? അല്ല പിന്നെ ഡാമിലെ വെള്ളം കൂടിയാലും കുറഞ്ഞാലും ഇവിടുത്തെ കറണ്ട് ഇങ്ങനെ തന്നെയാ. മിന്നാമിനിങ്ങനെ പോലെ ഒരു ഒലക്കമ്മല കൂട്ടും. നാശം പോകാതിരുന്നാ മതിയായിരുന്നു. പോയോ? ഇതൊക്കെ ആരോട് പറയാനാ? കംപ്ലൈന്റ് ഒരു കാര്യത്തിൽ ആരോടും പറയാൻ പറ്റില്ല. ഇനി ഇങ്ങോട്ടൊന്നും മിന്നലത് മടുത്ത്, ശരിക്കും മടുത്ത്. നീ ഭാഗ്യവാനാ, ശരിക്കും ഭാഗ്യവാനാ. നിന്നെ സ്നേഹിക്കാനും സേവിക്കാനും വേണ്ടി ആളിവിടെ ക്യൂ നിൽക്കുക. എന്നെയോ? അയാൾ പടിയായിട്ടുണ്ടാവും. ഒന്നും മിണ്ടാതിരുന്ന കൊച്ചൊന്നുമില്ലല്ലോ, കാണാൻ പറ്റണം. എന്റെ കൊച്ചാപ്പാണെങ്കിലേ കുഴപ്പമില്ലായിരുന്നു. ഉണ്ടായോ?
അങ്ങനെ ആ വലിയ മതിലിൻ്റെ അകത്തുനിന്ന് ഞങ്ങൾ പുറത്തെത്തി. ഇനിയാണ് മച്ചു ശരിക്കുള്ള കളി. ബോർഡർ കിടക്കണ ഇനി കുറെ ഓടണം. ഇത്ര കഷ്ടപ്പെട്ട് ഇവന്മാരെ കൊണ്ട് പോയിട്ട് നമുക്ക് ഈ തലവേദന മാറ്റാൻ പറ്റുമോ സാറേ? പോലീസുകാർക്ക് തലവേദന തീർന്നിട്ടൊരു നേരം ഉണ്ടാവും. ഒന്ന് തീരുമ്പോൾ മറ്റൊന്ന്. പിള്ളേരാകുമ്പോൾ ഇത്തിരി പണി കൂടും. ഒന്നും ഉള്ളണവരുന്നില്ലടോ. ഞാനതങ്ങോട്ട് പറയാൻ തുടങ്ങുമായിരുന്നു സാറേ. ഇവിടെ എടുത്ത് ഇവിടെ. നോക്ക്. എന്തേ ഒന്ന് മൂത്രമൊഴിക്കണോടാ? ഇവന്മാരുടെ ശിക്ഷ കുറെ കടുപ്പമായിരിക്കും അല്ലേ സാറേ? അതൊക്കെ കോടതിയുടെ കയ്യിലല്ലേ. 18 വയസ്സ് കഴിഞ്ഞെന്നറിഞ്ഞ ശിക്ഷ കുറച്ച് കടുപ്പ് വരും. ആർക്കും വേണ്ടാത്ത കുറെ ജന്മങ്ങൾ. ഒരു കണക്കിന് നോക്കിയാ ഉമ്മാരൊക്കെ പാവങ്ങളല്ലേ സാറേ? പെട്ടുപോകുന്നതല്ലേ. കുറ്റവാളികളായിട്ട് ജനിക്കുന്നില്ലല്ലോ ആരും. കേസിന്റെ പിന്നാലെ തന്നെ ഊണുറക്കമൊക്കെ അങ്ങനെ തന്നെ. ചില തുമ്പുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. മീശ മുളയ്ക്കാത്ത 2-3 പിള്ളേര്. ഒക്കെ പരൽമീനുകളാ. കിടന്ന് പൊളയ്ക്കുന്നത് കൊമ്പൻ സ്രാവുകളല്ലേ. അവറ്റെ പിടിക്കാൻ എളുപ്പമല്ലോ. എന്തിനും ഏതിനും നിനക്ക് പറയാനുണ്ടാവും ഒരു ജുവനൽ ജസ്റ്റിസ്. കട്ടതും മോട്ടിച്ചതൊന്നും അല്ല കുറ്റം. കൊലയാ, കൊലപാതകം. സോഷ്യൽ വർക്ക് തൊഴിലാക്കിയ തനിക്കുന്നത് മനസ്സിലാവില്ല. ഒരു പോലീസുകാരൻ്റെ ചിന്തയിൽ ഈ വക സെന്റിമെന്റ്സ് ഒന്നും വന്നുകൂടാ. അവരെൻ്റെ ഒന്ന് കിട്ടട്ടെ. എടോ, ഒരു ഫോൺ ചെയ്യുമ്പോഴെങ്കിലും തൻ്റെ ഈ ബുജി വർത്താനം നിർത്തിക്കൂടെ? വല്ലാതെ അങ്ങ് ഫോർമലാവും, ചിലപ്പോൾ ഒഫീഷ്യലും. ഞാൻ വിളിക്കാതെ തന്നെ.